ongoing thing. പ്ലസ് ടുവിൻ്റെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു പോയമാണ് റൈസ് എന്ന് പറയുന്ന ഈ പോയം. അപ്പോൾ ഈ പോയത്തെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ കുറച്ച് സെൻറ്റൻസുകളാണ് ഞാനിവിടെ പറയുന്നത്. റൈസ് ഈസ് എ പോയം റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ ഇൻ മലയാളം. ഇത് മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ ട്രാൻസ്ലേറ്റഡ് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രൊഫസർ കെ അയ്യപ്പ പണിക്കറാണ്. ഇറ്റ് ഈസ് എ satire because it uses humor to criticize a social issue. ഇതൊരു സറ്റയറാണ്, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യമാണ്. കാരണം ഇവിടെ തമാശയിലൂടെ ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നമാണ് വിവരിക്കുന്നത്. ദ പോയറ്റ് ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോയം. പോയറ്റ് തന്നെയാണ് ഈ കവിതയിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഹീ ഈസ് ദ സൺ ഓഫ് എ ഫാർമർ. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് പോയറ്റ്. ഇവിടെ ഹോം കമ്മിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറമെ വേറൊരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു യാത്രയാണ്. The poet is returning home after 4 years in North India. 4 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കവി. He was in research there. അവിടെ അദ്ദേഹം പോയത് ഒരു ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടാണ്, ഒരു റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. It was how to make toys with husk. അപ്പോൾ ആ സെൻറ്റൻസ് ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഗവേഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഉമിയിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് പോയത്. ഹിസ് നേറ്റീവ് വില്ലേജ് ഈസ് ഇൻ കേരള. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്ഥലം കേരളത്തിലാണ്. ഇൻ നോർത്ത് ഇന്ത്യ ഹിസ് ഫുഡ് വാസ് ഓൺലി ചപ്പാത്തീസ്. ഹി ഹാസ് ബിക്കം ബോർഡ് വിത്ത് ഇറ്റ്. ഹി വെരി മച്ച് വാണ്ട്സ് ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കര റൈസ്. അപ്പോൾ അവിടെ നോർത്ത് ഇന്ത്യയിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാന ഭക്ഷണം ചപ്പാത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണം ഇപ്പോൾ അദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ല. അതിൽ നിന്നൊക്കെ മാറി സ്വന്തം നാട്ടിലെ അത്തിക്കിര അരി ഉപയോഗിച്ചുള്ള ഒരു ഭക്ഷണം കഴിക്കണമെന്ന് അയാൾ അത്യധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺ ദ ട്രെയിൻ ദ പോയറ്റ് വാസ് ഫുൾ ഓഫ് എക്സ്പെക്റ്റേഷൻസ്. ഹി തിങ്സ്. അയാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. അത് ഇവിടെ ഇൻവേർട്ടർ കോമയിൽ കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് പ്ലാന്റിംഗ് സീസൺ. ഇത് ഞാറ് നടുന്ന കാലമാണ്. അതുപോലെ തന്നെ ഉഴുതുമറിക്കുന്ന സമയമാണ്. ഓക്ഷൻ എന്ന് വെച്ചാൽ കാളകൾ, അത് ബഹുവചനമാണ് ഓക്ഷൻ എന്നുള്ളതിൻ്റെ. ഹിസ് ഹാൻഡ്ലൂം ധോത്തി, അതായത് കൈത്തറി മുണ്ട്, കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മുണ്ട്. വിൽ ബി ഫുൾ ഓഫ് യെല്ലോ മഡ്. യെല്ലോ മഡ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെളിയാണ്. അപ്പോൾ ആ മനോഹരമായ വയലും അവിടെ ഞാറ് നടന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ് അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. ദ വാറങ്കൽ കനാൽ വിൽ ബി ഫുൾ ഓഫ് വാട്ടർ. ഫാദർ വിൽ ബി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഫാദർ വളരെ സന്തോഷവാനായിരിക്കും. അപ്പോൾ അദ്ദേഹം അവിടെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വയലിൽ നിൽക്കുന്നുണ്ടാവും. മൈ ലിറ്റിൽ ബ്രദർ വിൽ ബി ടേക്കിംഗ് ദ സാപ്ലിങ്സ് ടു ദ ഫീൽഡ്. അപ്പോൾ ഞാറൊക്കെ ആയിട്ട് സഹോദരൻ അവിടെ സഹായിച്ചുകൊണ്ട് അവിടെ പാടത്തുണ്ടാവും. ദർ വിൽ ബി ബാസ്ക്കറ്റ്സ് ഫുൾ ഓഫ് സീഡ് അലോങ് ദ ഡൈക്ക്. അപ്പോൾ അവിടെ വരമ്പിൽ പലതരത്തിലുള്ള കുട്ടകളിൽ ഇത്തരത്തിലുള്ള ഞാറുകളും അതുപോലെ വിത്തുകളും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും. മൈ മദർ വിൽ ബി ഇൻ ദ കിച്ചൺ കുക്കിംഗ് റൈസ്. അമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? ദ പോയറ്റ് ഗോട്ട് ഡൗൺ ഫ്രം ദ ബസ്. ഹി ബിക്കെയിം കൺഫ്യൂസ്ഡ്. ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആകെ കൺഫ്യൂസ്ഡായി. കാരണം ദ ഹോൾ വില്ലേജ് ഹാസ് ചേഞ്ച്ഡ്. വില്ലേജ് ആകെ മാറിപ്പോയിരിക്കുന്നു. ദർ ആർ നോ പാം താച്ച്ഡ് ഹൗസസ്. ഓല മേഞ്ഞ വീടുകളൊന്നും അവിടെ കാണുന്നില്ല. ഇറ്റ് ഈസ് ഓൾ റബ്ബർ പ്ലാന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് മോഡേൺ ആൻഡ് വല്ലാറൻ. ഇപ്പോൾ സാധാരണ കാണാറുള്ള കൃഷികൾക്കൊക്കെ പകരം
അവിടെ റബ്ബർ മരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ദർ ആർ നോ ഷൗട്ട്സ് ഓഫ് പ്ലോവിങ്. അല്ലെ, സാധാരണ വയലിൽ നിന്ന് ഉഴുതുമറിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങളോ ഒന്നുമില്ല. അവിടെ ആകെ ഒരു നിശബ്ദത മാത്രം. ഡീൽവുഡ് ട്രീസ് ഗ്രൂ എലോങ് ദ കനാൽ. ഡീൽവുഡ് ട്രീസ് എന്ന് വെച്ചാൽ പാഴ്മരങ്ങളാണ്, വളരെ എളുപ്പം മുറിക്കാൻ കഴിയുന്ന മരങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള മരങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത്. അരിക്കനട്ട് ട്രീസ് ആർ പ്ലാന്റഡ് ഓൾ ഓവർ ദ ഫീൽഡ്സ്. അതുപോലെ തന്നെ അരിക്കനട്ട് ട്രീസ് എന്ന് വെച്ചാൽ കമുങ്ങ്, അല്ലെ, കവുങ്ങുകളാണ് ധാരാളമായിട്ട് അവിടെ കാണാൻ കഴിയുന്നത്. ദ പോയറ്റ് മീറ്റ്സ് ഫാദർ. പിന്നീടാണ് അച്ഛനെ കാണുന്നത്. അപ്പോൾ അച്ഛന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദ പോയറ്റ് എൻറ്റേർഡ് ഹിസ് ഹൗസ്. സം വർക്കേഴ്സ് വെയർ ഫിക്സിംഗ് എ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. അപ്പോൾ റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനുള്ള ഒരു മെഷീൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിസ് ഫാദർ വാസ് വാച്ചിങ് ദം ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ്. കണ്ടൻറ്റഡ് എന്ന് വെച്ചാൽ സംതൃപ്തനായി അല്ലെങ്കിൽ വളരെ സന്തോഷവാനായിട്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഹി സെഡ് വിത്ത് പ്രൈഡ്. വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹം പറയുകയാണ്, സൺ, വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. അപ്പോൾ അരി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ നെൽകൃഷി ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. അത് ഒട്ടും ഉപകാരപ്രദമല്ല. ദ ഫാർമർ ഗെയിൻഡ് നത്തിങ്, ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ്. കർഷകർക്ക് ഈ നെൽകൃഷി കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് മണ്ടന്മാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള കൃഷികൾ നടത്തുന്നത്. ഫാമിംഗ് ഫോർ ഗെയിൻ, ദാറ്റ് ഈസ് ബെറ്റർ മണി. വാട്ട് ഗുഡ് ടൈംസ് ദ ഗവൺമെൻറ് ഗീവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. വളരെ നല്ല ഒരു സമയമാണ് ഇത് എന്നാണ് അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ആണെങ്കിലും ഇത്തരത്തിൽ വയലുകൾ ഇല്ലാത്ത ആളുകൾക്ക് ആവശ്യത്തിനുള്ള ധാന്യങ്ങൾ നൽകുന്നുമുണ്ട്. ദ പോയറ്റ്സ് ലിറ്റിൽ ബ്രദർ റിട്ടേൺഡ് ഫ്രം ദ റേഷൻ ഷോപ്പ് വിത്ത് റേഷൻസ്. എന്നാൽ പ്രതീക്ഷിച്ചിരുന്നത് അവിടെ വയലിൽ കൃഷിയിൽ സഹായിക്കുന്ന അനിയനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ റേഷൻ ഷോപ്പിൽ നിന്ന് റേഷനുമായിട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ദ ബോയ് റാൻ ടു ഹിസ് ബ്രദർ ബട്ട് ഫെൽ ഡൗൺ. വീറ്റ് ഫെൽ ഔട്ട് ഫ്രം ഹിസ് ബാഗ്. അവൻ അവിടെ തട്ടി വീഴുകയും അവൻ്റെ ബാഗിലുണ്ടായിരുന്ന ഗോതമ്പ് താഴെ പോവുകയും ചെയ്യുന്നു. ഇനി പോയറ്റിൻ്റെ അവസാനത്തെ ആ ഒരു ചിന്ത എന്താണെന്ന് നോക്കാം. അറ്റ് ദാറ്റ് ടൈം ദ പോയറ്റ് സോ എ ഷിപ്പ് ഓഫ് ദ സ്കൈ. ഈ സമയത്ത് ഒരു എയർപ്ലെയിൻ അവിടെ പറന്നു പോകുന്നത് കാണുന്നു. ഇറ്റ് വാസ് ദ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോവുകയാണ് കൂടുതൽ ധാന്യങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട്. നോ വൺ പ്രൊമോട്ട്സ് റൈസ് ഫാമിംഗ്. ആരും ഈ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫാമേഴ്സ് ഹാവ് ടേൺ ടു ക്യാഷ് ക്രോപ്സ്. അപ്പോൾ എല്ലാ കർഷകരും സാമ്പത്തികമായി മെച്ചം കിട്ടുന്ന കൃഷിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദ പോയറ്റ് ആസ്ക്ഡ് ഹിംസെൽഫ്, ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ. അപ്പം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ഉമി കിട്ടുമോ? അതായത് ഈ ടോയ്സ്, കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടുമോ? കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. കാരണം ഇവിടെ എവിടെയും അത്തരത്തിലുള്ള കൃഷികൾ ഇല്ലാതായിരിക്കുകയാണ്. ഇനി ഈ പോയത്തിൻ്റെ ഒരു റിവ്യൂ എഴുതാൻ ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് സെൻറ്റൻസുകളാണ്. റൈസ് ബൈ ചെമ്മനം ചാക്കോ ഈസ് എ സറ്റയർ. ഇതൊരു സറ്റയറാണ്. ഇറ്റ് യൂസസ് ഹ്യൂമർ ടു ക്രിട്ടിസൈസ്. ഇവിടെ തമാശ അല്ലെങ്കിൽ ഹാസ്യം ഉപയോഗിച്ചിട്ട് ആണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ദ തീം ഈസ് ദ ഡിസപ്പിയറിംഗ് റൈസ് ഫാമിംഗ് ഇൻ കേരള. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കൃഷിയെക്കുറിച്ചാണ്. റൈസ് ഫാമിംഗ് ഹാസ് നോ പ്രോഫിറ്റ്സ്. അതിനൊരു ലാഭവും ഇല്ലാതായിരിക്കുകയാണ്. ഫാർമേഴ്സ് ടേൺ ടു ക്യാഷ് ക്രോപ്സ് ലൈക്ക് റബ്ബർ, അരിക്കനട്ട് ആൻഡ് ഡീൽവുഡ്. അപ്പോൾ കർഷകരെല്ലാം ഇത്തരത്തിലുള്ള നാണ്യവിളകളിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ധാന്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്കുള്ള മാറ്റമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീം. ഇറ്റ് ഈസ് എ സോഷ്യൽ ഇഷ്യൂ. ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ദ പോയം ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി. നമ്മുടെ പ്രതീക്ഷകളും അതുപോലെ യാഥാർത്ഥ്യവും
തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഒരു പോയത്തിലൂടെ പ്രധാനമായിട്ടും പങ്കുവെക്കുന്ന ഒരു ആശയം. The last 4 years of the poet was in North India eating only chapatis. Now he wanted to eat a full meal of atikira rice. The poet thought he would see the beauty of his old village in Kerala, but the village has changed. അപ്പോൾ ഒരുപാട് നാളുകൾ വടക്കേ ഇന്ത്യയിലെ ജീവിതത്തിന് ശേഷം എന്നും ചപ്പാത്തി കഴിച്ച് മടുത്തുപോയ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് വരികയാണ് തൻ്റെ പഴയ ആ ഒരു അരിഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവുന്നു ഇവിടെയും ചപ്പാത്തി ആയിട്ടുണ്ട്, മറ്റ് അരികളൊന്നും അരിഭക്ഷണവും ഇവിടെ ഇല്ല എന്നുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ഇവിടെയുണ്ട്. ദ പോയറ്റ് അതുപോലെ തന്നെ കവി വിചാരിക്കുകയാണ് മനോഹരമായ തൻ്റെ പഴയ ഗ്രാമം കാണാൻ ആശിച്ചു വന്നിട്ട് അവിടെ കാണാൻ കഴിയുന്നത് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഇവിടെയും റിയാലിറ്റിയും അതുപോലെ എക്സ്പെക്റ്റേഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കാണാം. ഗ്രാമം മാത്രമല്ല തൻ്റെ പിതാവും ഒരുപാട് മാറിയിരിക്കുന്നതായിട്ട് അയാൾ മനസ്സിലാക്കിയാണ്. ഹി ഹാസ് സ്റ്റോപ്ഡ് റൈസ് ഫാമിംഗ്, നൗ ഇറ്റ്സ് ഓൾ റബ്ബർ പ്ലാന്റ്സ്. ഹിസ് റിസർച്ച് ടു മേക്ക് ടോയ്സ് ഫ്രം ഹസ്ക് വിൽ ബി ഓഫ് നോ യൂസ് നൗ. മറ്റൊരു വളരെ സങ്കടകരമായ കാര്യം, ഇദ്ദേഹം ചെയ്ത ഈ ഒരു ഗവേഷണം വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം ഈ ഉമി ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപയോഗിച്ച് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ളതാണ്. The Atikira rice meal has become only a dream. His father is happy with government rations. It is wheat. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഗോതമ്പ് മണികൾ കൊണ്ട് അവർ വളരെ തൃപ്തരാണ്. അച്ഛൻ വളരെ സന്തോഷവാനാണ്. ദ പോയറ്റ് ആസ്ക്ഡ് ഹിംസെൽഫ്. ഈ പോയത്തിൻ്റെ എൻഡിങ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പോയം അവസാനിക്കുന്നത് രണ്ട് വരിയിലൂടെയാണ്. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു മേക്ക് ടോയ്സ്. നമുക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് ഉമി എവിടെ നിന്നാണ് കിട്ടുക, അത് കേന്ദ്രത്തിൽ നിന്ന് വരുത്തേണ്ടി വരുമോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചോദ്യത്തിലാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. ദസ് ദ പോയം എൻഡ്സ് വിത്ത് ഹ്യൂമർ. അതുകൊണ്ട് ഈ പോയം ഇങ്ങനെ ഒരു തമാശയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, ഈ സെൻറ്റൻസുകളൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. Rice is a satire on the farmers who are forced to switch cash crops when the market for food crops fell. അപ്പോൾ ഇതൊരു സറ്റയറാണ്. ഫാർമേഴ്സിൻ്റെ ഒരു വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ചാണ് ഈ ഒരു സറ്റയറിൽ പറഞ്ഞിരിക്കുന്നത്. അവർ മറ്റ് നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നാണ്യ വിളകളിലേക്ക് മാറേണ്ടി വന്ന കർഷകരെയാണ് ഇവിടെ സറ്ററൈസ് ചെയ്തിരിക്കുന്നത്. It's a poem originally written in Malayalam by Chemmanam Chacko and translated into English by Professor Ayyappa Panikar. The poem hints at the recent trends in farming in our country. നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, കൃഷി രംഗത്ത് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. And it's reducing importance due to the move towards commercial crops and its benefits. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചം നോക്കി മാറേണ്ട ഒരു സ്ഥിതി കർഷകർക്ക് വന്നു എന്നുള്ളതാണ് ഈ പോയത്തിൽ പറയുന്നത്. The poet here returns to his homeland with a doctorate on making toys with husk. But to his surprise, he finds the cash crops in the place of paddy cultivation. അപ്പോൾ ഇങ്ങനെ ഒരു ഗവേഷണമൊക്കെ നടത്തി ഒരു ഡോക്ടറേറ്റൊക്കെ സമ്പാദിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് പണ്ടത്തെ വയലുകൾക്കൊക്കെ പകരം ഇപ്പോൾ അവിടെ നാണ്യവിളകളാണ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. India is largely an agrarian country. In the contemporary world, we find people keep themselves away from agriculture except for remunerative crops. അപ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു അഗ്രേറിയൻ കൺട്രി അല്ലെങ്കിൽ കർഷകർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ വന്നത് എങ്ങനെയാണ്? There has been noticeable change in the cropping patterns mainly due to some socio-economic factors. ഇതിന് ധാരാളം കാരണങ്ങളും ഉണ്ട് ഈ ഒരു മാറ്റം സംഭവിച്ചതിന്. ഇതിന് കാരണമായിട്ട് പറയുന്നത് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ലൈക്ക് ഇൻക്രീസിങ് നീഡ് ഓഫ് ഇൻകം,
ധാരാളം വരുമാനം ആവശ്യമായിട്ട് വരിക, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ, മാറുന്ന ജീവിത രീതികൾ, ഇൻഫ്ലുവൻസിങ് മോഡേൺ ടെക്നോളജി എക്സെട്ര, പുതിയ ടെക്നോളജിയുടെ വരവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. People change with the change. They don't realize the fact that shifting from cash crops to food crops is essential for meeting the food sufficiency in our country. അപ്പോൾ ആളുകൾ ഇവിടെ മറന്നു പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാണ്യവിളകളേക്കാൾ കൂടുതലായിട്ട് ഭക്ഷ്യവിളകൾ, ധാന്യ വിളകൾക്ക് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഫുഡ് സഫിഷ്യൻസി ആവശ്യത്തിന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക എന്നത്. അതിന് നമ്മൾ തീർച്ചയായിട്ടും ധാന്യവിളകൾക്ക് പ്രാധാന്യം നൽകണം. The poet has come home eagerly to have Atikira rice and to be a part of the farming community by making husk toys. His father says with great pride that not like fools he is doing a better work. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഈ പോയറ്റ് തൻ്റെ നാട്ടിലേക്ക് വന്നത്. എന്നാൽ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാം മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഞങ്ങൾ മണ്ടന്മാരല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കൃഷിയൊക്കെ നിർത്തി ഇപ്പോൾ ഞങ്ങൾ മറ്റ് സാമ്പത്തിക മെച്ചം കിട്ടുന്ന മറ്റ് കൃഷികളിലേക്ക് മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നു. The father considers this change as wise and profitable. ഇത് വളരെ നല്ലൊരു നീക്കമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. സാമ്പത്തികമായ മെച്ചവും അതുപോലെ ബുദ്ധിപരമായ ഒരു നീക്കവുമായിട്ടാണ് ഇതിനെ അദ്ദേഹത്തിൻ്റെ പിതാവ് കാണുന്നത്. The poet satirically ends the poem by asking whether they would get husk from the center to make toys with it. It is a hit at the society's attitude of accepting anything, not bothering of or considering the consequences. അപ്പോൾ ഇവിടെ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് അതിൻ്റെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ ചില കാര്യങ്ങളിലൊക്കെ എടുത്തു ചാടി സാമ്പത്തിക നേട്ടം മാത്രം നോക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ്. ആ ഒരു സമൂഹത്തിൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. The poem criticizes the present scenario prevailing in agri-sector. Thus, it highlights the growing need for farming to satisfy our basic needs and the effects of commercialization. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയം ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഫാമിങ്ങിൻ്റെ അല്ലെങ്കിൽ കൃഷിയുടെ, ധാന്യകൃഷിയുടെ പ്രാധാന്യത്തെയാണ് ഈ ഒരു കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. The poem Rice is a satire on modern farming methodology, education and politics. അപ്പോൾ ഇതൊരു സറ്റയർ ആണെന്നുള്ള ഒരു പോയിന്റിൽ നമുക്ക് എഴുതാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസം, ഫാമിംഗ്, അതുപോലെ തന്നെ രാഷ്ട്രീയം, പൊളിറ്റിക്സ്, ഈ മൂന്ന് ഏരിയയും ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. The poem makes use of contrast at 2 levels. 2 ലെവലിലാണ് ഇവിടെ കോൺട്രാസ്റ്റ് ഉള്ളത്. The past agrarian life of the villagers is contrasted with the present lifestyle of villagers at 1 level. അതിൽ ഒരു ലെവലിൽ ആ വില്ലേജിലുള്ള ആളുകളുടെ പഴയകാല ജീവിതവും അതുപോലെ ഇപ്പോഴുള്ള ജീവിതവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ മേക്സ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി. അതുപോലെ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ 2 രീതിയിലുള്ള കോൺട്രാസ്റ്റ് നമുക്കിവിടെ കാണാം. ഒന്ന്, വില്ലേജേഴ്സും അവരുടെ പഴയ ആ ഒരു ലൈഫ് സ്റ്റൈലും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും, അതുപോലെ തന്നെ ഒരാളുടെ പ്രതീക്ഷയും അതേസമയം അയാൾ നേരിടുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ആ ഒരു കോൺട്രാസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലൈഫ് ഇൻ ദ പാസ്റ്റ്, പഴയ കാലത്തെ ആ ഒരു ജീവിത രീതികൾ എന്തൊക്കെയായിരുന്നു? The farmers followed an indigenous farming methodology developed through the enriching contribution of many generations. ഒരുപാട് തലമുറകൾ അവർ നൽകിയിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ അതനുസരിച്ചുള്ള അവരുടേതായ തനതായ ഒരു ഫാമിംഗ് രീതിയായിരുന്നു ഫാർമേഴ്സിന് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഓർഗാനിക് ഫാമിംഗ് ബേസ്ഡ് ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ മെത്തേഡ് വിച്ച് വാസ് എക്കോ ഫ്രണ്ട്ലി.
അപ്പോൾ പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്ന് ഒരുമിച്ച് തന്നെ പോകുന്ന രീതിയിലുള്ള കൃഷി രീതികളായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. They used indigenous crop items like അത്തിക്കിര, മൊദാൻ, വെള്ളാരം etc. അപ്പോൾ ആദ്യം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ തനതായ ചില ഭക്ഷ്യ വിളകളൊക്കെയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ധാന്യങ്ങളാണ് അവർ ആദ്യം കൃഷി ചെയ്തിരുന്നത്. For drilling and plowing, they used oxen and traditional plowshares. അതുപോലെ തന്നെ അവർ ആ ഒരു പഴയ രീതിയിലുള്ള ആ കാളകളെ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന രീതിയായിരുന്നു അവർ നേരത്തെ ചെയ്തിരുന്നത്. All the members of the family took part in sowing and harvesting. അതുപോലെ ഇത് വിതയ്ക്കുന്ന സമയത്തായാലും കൊയ്യുന്ന സമയത്തായാലും കുടുംബത്തിലെ എല്ലാ ആളുകളും അതിൽ പങ്കെടുത്തിരുന്നു. They cultivated many other crops along with main crop. The farmers produced food, grains, vegetables and almost everything they needed. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരുന്നു. The indigenous farming ensured balanced diet for the entire family, which is completely toxic free. അപ്പോൾ അത്തരത്തിൽ അവർ ചെയ്ത കൃഷിയിൽ നിന്ന് ലഭിച്ച ഉൽപ്പന്നങ്ങൾ അതിൽ യാതൊരുവിധ മായവും ഇല്ലായിരുന്നു. The lifestyle of people was simple. They wore handloom dhotis, ate homely food, the house were palm thatched. അപ്പോൾ ഇതാണ് നമുക്ക് ആ പോയത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണാൻ കഴിയുന്ന അന്നത്തെ ആളുകളുടെ ആ ഒരു ജീവിത രീതി സാധാരണ ഒരു ജീവിതമായിരുന്നു. അതുപോലെ തന്നെ കൈത്തറി വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. അതുപോലെ നല്ല ഭക്ഷണം കഴിച്ചിരുന്നു. അതുപോലെ അവരുടെ വീടുകളെല്ലാം ഓല മേഞ്ഞ സാധാരണ വീടുകളായിരുന്നു. And they could be spotted from a great distance. വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ചെറിയ ഓലമേഞ്ഞ വീടുകളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. Contemporary life was portrayed in the poem. ഈ പോയത്തിൽ നമ്മുടെ സമകാലിക ജീവിതത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? The adverse effect of modern scientific farming can be seen in the life of the villagers. In the place of indigenous crops, the farmers use hybrid seed varieties. അപ്പോൾ പഴയ ആ ഒരു തനതായ രീതികളൊക്കെ മാറി കുറേ കൂടി വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് കർഷകരും സമൂഹവും മാറിയിരിക്കുന്നു. The multi-crop system has been replaced with single crop system. അപ്പോൾ നേരത്തെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്തുകൊണ്ടിരുന്ന നിലങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മാത്രം കൃഷി നടക്കുകയാണ്. Agriculture has been commercialized. അപ്പോൾ കൃഷിയും ഒരു വലിയ ബിസിനസ്സായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായ നേട്ടം മാത്രമേ ആളുകൾ അതിൽ ശ്രദ്ധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് സ്റ്റാർട്ടഡ് പ്ലാന്റിങ് ഹൈ yielding ക്രോപ്സ് ഫോർ ഹൈ പ്രോഫിറ്റ്സ്. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. റബ്ബർ പ്ലാന്റേഷൻസ് ആൻഡ് ക്യാഷ് ക്രോപ്സ് റീപ്ലേസ്ഡ് പാഡി ഫീൽഡ്സ്. അപ്പോൾ വയലുകൾ ഒക്കെ പകരം അത് റബ്ബർ തോട്ടങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഫാമിംഗ് ഈസ് കൺസിഡേർഡ് ഓൺലി ആസ് എ മീൻസ് ഓഫ് ഏർണിംഗ് മണി. സാമ്പത്തികമായ മെച്ചത്തിന് വേണ്ടി മാത്രമുള്ള ഒന്നായി മാറിയിരിക്കുകയാണ് കൃഷി എന്ന് പറയുന്നത്. കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ ഈസ് കൺസിഡേർഡ് ആസ് ഫുളിഷ്നെസ് ആസ് ദേ ഗെറ്റ് ലെസ് ഇൻകം ആൻഡ് ദേ ഡിക്ലെയർഡ് വിത്ത് പ്രൈഡ് ദാറ്റ് ദേ സ്റ്റോപ്ഡ് ഫാമിംഗ് റൈസ്. For food grains and vegetables, people started depending on other states. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി മറ്റ് സ്റ്റേറ്റ്സിനെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പീപ്പിൾ ലേൺ ന്യൂ ഫുഡ് ഹാബിറ്റ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഭക്ഷണ രീതികളൊക്കെ മാറിയിരിക്കുകയാണ്. മോഡേൺ ഫാമിംഗ് മെത്തഡോളജി ഈസ് അഗെയിൻസ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. പഴയ രീതികളൊക്കെ മാറിയിരിക്കുകയാണ്. In order to satisfy the greed for money, the farmers are forced to use chemical fertilizers and chemical pesticides. അപ്പോൾ സാമ്പത്തികമായ മെച്ചമുണ്ടാക്കുന്ന ഒരു ഇതായിട്ട് കൃഷി മാറി കഴിഞ്ഞപ്പോൾ അതിനോടുള്ള പണത്തോടുള്ള ആർത്തി കൊണ്ട് പലതരത്തിലുള്ള അണുനാശിനികളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു. It brings damage to environment and in the long run many farmers quit from farming and try their luck in other fields. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് നമ്മുടെ പരിസ്ഥിതിക്കും അതുപോലെ തന്നെ ആളുകൾക്കും ദോഷം ചെയ്യുന്നു. The poem also focuses on two major developments in Kerala. അതുപോലെ തന്നെ കേരളത്തിൽ വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് ഈ പോയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൺവേർഷൻ ഓഫ് പാഡി ഫീൽഡ്സ് ടു ക്യാഷ് ക്രോപ്സ് ഫാമിംഗ് ആൻഡ് കൺവേർഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. അപ്പോൾ ഈ വയലുകൾ
അത് മറ്റ് കൃഷിക്ക് വേണ്ടി, അതായത് നാണ്യവിളകൾ ലഭിക്കുന്ന കൃഷികൾക്ക് വേണ്ടി മുഴുവനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെയും ബിസിനസ്സിന് പ്രാധാന്യം നൽകുന്നു. ഇത്തരത്തിലുള്ള കൃഷിയിടങ്ങളെല്ലാം നികത്തപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പോയം പ്രധാനമായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒന്ന് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ തന്നെയാണ്. The poem makes fun of an educational system which gives PhD for research on making toys. അപ്പോൾ ഇവിടെ റിസർച്ചിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ രീതി തന്നെ വളരെ ഗുണനിലവാരം കുറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. The seriousness and academic vigor has been lost in our present educational system. നമ്മുടെ അതിൻ്റെ ഒരു ഗവേഷണത്തിൻ്റെയൊക്കെ ഒരു സീരിയസ്നെസ് തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ലൈക്ക് എവറിത്തിങ് ഇൻ അവർ ലൈഫ്, അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് ഓൾസോ ബീൻ കൊമേഴ്ഷ്യലൈസ്ഡ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസവും ഈ രീതിയിൽ ബിസിനസ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അവൈലബിലിറ്റി ഓഫ് ഹസ്ക് ഈസ് ഇൻ വില്ലേജസ് whereas റിസർച്ച് ഈസ് ഡൺ elsewhere. അപ്പോൾ ഇവിടെ ഹസ്ക് അല്ലെങ്കിൽ ഉമി ലഭിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. പക്ഷേ അതിൻ്റെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഈ ഗ്രാമത്തെയൊക്കെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു. By the time the research is completed, the topic itself has been outdated. ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണം നടന്ന് കഴിയുമ്പോഴേക്കും ആ ഒരു കാര്യം ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒന്നായിട്ട് മാറുന്നു. Our educational system fails in taking up challenges at the right time. ആവശ്യമായ സമയത്ത് ചെയ്യേണ്ട ഗവേഷണങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നില്ല. പല ഗവേഷണങ്ങളും ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയും ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുകയാണ്. Political leadership has a responsibility in taking up a correct policy. It is their duty to educate people. ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. When commercialization takes place in agriculture, the political leadership does not address the real issue. They try to satisfy the present needs without solving the fundamental issues. ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന് ഒരു സുരക്ഷ നൽകപ്പെട്ടിട്ടില്ല. അതിന് പകരം മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. The poem criticizes a central government dominated federal system that exists in our country. നമ്മുടെ രാജ്യത്തെ ആ ഒരു സ്ഥിതിയെയാണ് ഇവിടെ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിരസിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളുടെ പുറകെ പോകുന്ന രാഷ്ട്രീയക്കാരെയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോയത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എലമെൻറ്റ്സ് ഓഫ് നൊസ്റ്റാൾജിയ ഓർ എക്സ്പെക്റ്റേഷൻ. പഴയകാല ഓർമ്മകൾ അല്ലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. The speaker of the poem returns home after 4 years of research in a North Indian city. He has sweet memories of his life in his native village. The taste of atikira rice which his mother prepared in the kitchen is still at his tongue. His mind is full of the sights and sounds of farming. ഫാമിങ്ങിൻ്റെ ചിന്തകളാണ് മനസ്സിൽ മുഴുവൻ. He could imagine his father wearing mud-stained dhoti working in the paddy field. He expects that he could see the sight of oxen plowing in the land. He hopes that his younger brother would be helping his father. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളാണ്. യങ്ങർ ബ്രദർ അയാളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കൃഷി സ്ഥലത്ത് എന്നുള്ളതും, അതുപോലെ അവിടെയുള്ള പല കാഴ്ചകളും മനസ്സിൽ കാണുന്നുണ്ട്. ഇതൊക്കെ പ്രതീക്ഷകളാണ്, എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ 4 വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെടുമ്പോഴുള്ള അവിടുത്തെ ആ ഒരു കാഴ്ചയും വളരെ ഫ്രഷായിട്ട് പോയറ്റിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. He has planted cash crops where they had paddy. അപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ അവിടെ ക്യാഷ് ക്രോപ്സാണ് ധാരാളമായിട്ടുള്ളത്. പ്രതീക്ഷിച്ചത് ഫുഡ് ക്രോപ്സ് ആയിരുന്നു, പക്ഷേ ഇവിടെ ഉള്ളത് ക്യാഷ് ക്രോപ്സാണ്. He looks proud as he is able to install a rubber roller. They do not cultivate food grains, and for food grains they depend on ration shops. They have learned new food habits. He cannot see his house as he got down from the bus because tall trees hide the sight of his house. ഇതൊക്കെയാണ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ.
അതുപോലെ തന്നെ the chief minister goes to Delhi for an increase in food grains allotment. അപ്പോൾ ഫുഡ് ഗ്രെയിൻസ് അലോട്ട്മെൻറ്റിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുന്ന ചീഫ് മിനിസ്റ്റർ അദ്ദേഹവും ഈ ഒരു കൃഷിക്ക് പ്രാധാന്യമൊന്നും നൽകുന്നില്ല. These days we are not ruled by any system of values. നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ ജീവിത രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂവും ഇല്ല. ബട്ട് ബൈ മീഡിയ ആൻഡ് ദ ട്രെൻഡ്സ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ പ്രധാനമായും മീഡിയയെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദ മാർക്കറ്റ് ഡിസൈഡ്സ് വാട്ട് വി ഷുഡ് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് വെയർ. നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കുടിക്കേണ്ടത്, എന്താണ് ധരിക്കേണ്ടത് എന്നൊക്കെ മീഡിയ തീരുമാനിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻ ദ പാസ്റ്റ് പീപ്പിൾ കൾട്ടിവേറ്റഡ് മോസ്റ്റ് ഓഫ് ദ ഫുഡ് ക്രോപ്സ് ഫോർ അവർ യൂസ് ആൻഡ് വി വെയർ എ പ്രൊഡ്യൂസർ സ്റ്റേറ്റ്. ബട്ട് നൗ മോസ്റ്റ് ഓഫ് അവർ ഫുഡ് ക്രോപ്സ് കം ഫ്രം ഔട്ട്സൈഡ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഭക്ഷണ സാധനങ്ങളടക്കം എല്ലാം പുറമേ നിന്ന് വരുന്നവയാണ്. Hard work is no longer a virtue. One who makes quick money is considered smart and successful. Hence, even farmers replaced food crops with cash crops for quick gain. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകരും അവർക്ക് എത്രയും പെട്ടെന്ന് ലാഭം കിട്ടുന്ന അത്തരം കൃഷികളിലേക്ക് മാറിയിരിക്കുകയാണ്. The poet has used simple words to convey this profound theme. ഈ ഒരു തീം പറയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദ ലാംഗ്വേജ് ഈസ് കൊളോക്കിയൽ. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഹാസ് യൂസ്ഡ് എ നമ്പർ ഓഫ് മലയാളം വേർഡ്സ് ഇൻ ദ പോയം. ഈ പോയത്തിൽ കുറച്ച് മലയാളം വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ദ എക്സലൻറ്റ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ഹാവ് ആഡഡ് ബ്യൂട്ടി ടു ദി പോയം. ഇതിൽ ധാരാളം വിഷ്വലും ഓഡിറ്ററിയും ആയിട്ടുള്ള ഇമേജസ് ഉപയോഗിച്ചിട്ടുണ്ട്. ദ സ്റ്റാൻസേഴ്സ് ആർ ഇറെഗുലർ. ഒരു സ്റ്റാൻസയിൽ ഒരു പ്രത്യേക എണ്ണം വരികൾ എന്നൊക്കെയുള്ള കണക്കുകളൊന്നും ഇവിടെയില്ല. ചിലപ്പോൾ 4 വരി, ചിലപ്പോൾ 2 വരിയൊക്കെ ഒരു സ്റ്റാൻസയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു റൈം സ്കീം ഇല്ല. ദ സറ്റയർ ഈസ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സറ്റയർ, ആക്ഷേപഹാസ്യം, അത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഡയറക്റ്റുമാണ്.